blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് പുതിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു തരും. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്കമാലിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സഹോദരിയുടെ വിവാഹം ഇന്ന് നടക്കുന്നല്ലോ. കർത്താവെ, ഏറ്റവും മംഗളകരമായി കാനാവിലെ വീട്ടിൽ അങ്ങ് ചെയ്തതുപോലെ അത്ഭുതങ്ങൾ കൊണ്ട് ഈ ദിവസത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. IELTS എക്സാം എഴുതുവാനും ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, അടുത്ത ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വെൽവിഷർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരന് യോജിച്ച ഒരു ജീവിത പങ്കാളി എത്രയും വേഗം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ഹരിയാനയിൽ നിന്നുള്ള ഗീതയ്ക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ മകൻ റിയോയ്ക്ക് BTechന് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ 3 പാർട്ട്നേഴ്സിനെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്രദർ ഡാമിയൻ ആന്റണി സിഡ്നിയിൽ ശുശ്രൂഷിക്കുന്നു. തീയതി ജൂലൈ 9, 2017 ഞായറാഴ്ച. സമയം രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും. സ്ഥലം ഫുൾ ലൈഫ് ചർച്ച്, വിക്ടോറിയ റോഡ്, പാരമറ്റ, NSW 2151. കോൺടാക്ട് 1300763500. ബ്രദർ ഡാമിയൻ ആന്റണി മെൽബണിൽ ശുശ്രൂഷിക്കുന്നു. ജൂലൈ 13, 14 തീയതികളിൽ. സമയം വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ. സ്ഥലം സിറ്റി റിവൈവൽ ചർച്ച്, ലെവൽ 1, 17 ലാൻഗോൺ സ്ട്രീറ്റ്, ഡൻഡനോങ് 3175. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മീറ്റിംഗ്. തീയതി ജൂലൈ 15, 2017 ശനിയാഴ്ച. സമയം വൈകുന്നേരം 6:30. സ്ഥലം ഫുൾ ലൈഫ് ചർച്ച്, വിക്ടോറിയ റോഡ്, പാരമറ്റ, NSW 2151. കോൺടാക്ട് 1300763500. ഈ പ്രോഗ്രാം ഞാൻ എല്ലാ ദിവസവും കാണും. എനിക്കൊരു അനുഗ്രഹമാണ്. ഡെയിലി കാണുമ്പോൾ ഒരു മനസ്സിന് സന്തോഷവും ഒരു ഉന്മേഷവും എല്ലാം എനിക്ക് ഉണ്ടാവും. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി. God is an eternal God. He has no beginning, he has no end. He is an eternal God. ദൈവം നിത്യനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ആരംഭവുമില്ല, അവൻ അവസാനവുമില്ല, അവൻ നിത്യനാകുന്നു. കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു. I'm going to talk about God is considerate with us. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്ന ദൈവ സന്ദേശം ഇതാണ്: ദൈവം നമ്മെ പരിഗണിക്കുന്ന ദൈവമാണ്. Hallelujah. ഹല്ലേലൂയ. Let's read Psalm 103 verse number 13. നമുക്ക് സങ്കീർത്തനം 103ന്റെ 13ാമത്തെ വചനം ചേർന്ന് വായിക്കാം. It says, as a father has compassion on his children, so the Lord has compassion on those who fear him.
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. The Bible says our God is our Father. ബൈബിൾ പറയുന്നത് ദൈവം നമ്മുടെ പിതാവാകുന്നു എന്നാണ്. Many people in the world, they see God as a big, huge power. ഒത്തിരി ആളുകളും ദൈവത്തെ, ഈ ലോകത്തിലുള്ള ഒത്തിരി ആളുകളും ദൈവത്തെ കാണുന്നത് ഒരു വലിയൊരു ശക്തി പോലെയാണ്. Of course, He is powerful. തീർച്ചയായിട്ടും ദൈവം ശക്തിമാനാണ്. God is not just a power. എന്നാൽ ദൈവം ഒരു ശക്തി മാത്രമല്ല, He is a person. ദൈവം ഒരു വ്യക്തിയാണ്. If we are persons, how much more God is a person, because He is our creator. നമ്മളെല്ലാവരും വ്യക്തികളായിരിക്കുന്നത് പോലെ ദൈവം സൃഷ്ടാവായിരിക്കുന്നത് കൊണ്ട് അവൻ എത്ര വലിയ ഒരു വ്യക്തിത്വമുള്ളവനാണ്. And He has a father's heart. അവന് ഒരു പിതാവിൻ്റെ ഹൃദയമുണ്ട്. That's why Jesus, when He taught His disciples how to pray, He started that model prayer like this: Heavenly Father, our Father who is in heaven. യേശു കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, യേശു കർത്താവ് ഒരു മാതൃക പോലെ ആ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ പ്രാരംഭ വാക്യത്തിൽ തന്നെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു: സ്വർഗസ്ഥനായ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ. He's a father. ദൈവം ഒരു പിതാവാണ്. And not only that, when we read Romans chapter 8, Paul is saying we can call him Abba Father. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമുക്കവനെ അബ്ബ പിതാവേ എന്ന് വിളിക്കാം. Abba is an Aramaic word. അബ്ബ എന്ന് പറയുന്ന വാക്ക് അതൊരു അരമായ ഭാഷയിൽ നിന്നുള്ള വാചനമാണ്. In many languages there are formal way of addressing a father, and there is a childish way of addressing a father. ഒത്തിരി ഭാഷകളിലും അപ്പ എന്ന് വിളിക്കുമ്പോൾ അതൊരു സാധാരണ രീതിയിൽ ഒരു കുട്ടിപരമായ രീതിയിൽ അപ്പ എന്ന് വിളിക്കാറുണ്ട്. I have 2 children and my children call me Dada. എനിക്ക് 2 മക്കളാണുള്ളത്. 2 പേരും എന്നെ ഡാഡ എന്നാണ് വിളിക്കുന്നത്. They don't call me father. എന്നെ അവർ അപ്പ എന്ന് വിളിക്കാറില്ല. Father, I want 50 rupees. They never ask me like that. ഒരിക്കലും അപ്പ എനിക്ക് ഒരു 50 രൂപ വേണമെന്ന് അവരെന്നോട് ചോദിച്ചിട്ടില്ല. They call me Dada. I want 50 rupees. അവരെന്നെ വിളിക്കുന്നത് ഡാഡ, എനിക്കൊരു 50 രൂപ തരാമോ. That is a childish and intimate way of calling me. കുട്ടികൾ എന്നോട് സ്നേഹം തോന്നുന്ന രീതിയിൽ അവർ വിളിക്കുന്നത് അങ്ങനെയാണ്. In the same way, in Aramaic language, children call their father Abba. Abba is like daddy or Dada. അവിടെ അരമായ ഭാഷയിൽ അവിടെ കുട്ടികൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അപ്പനെ വിളിക്കുന്ന പേരാണ് അബ്ബ, അപ്പ, അല്ലെങ്കിൽ ഡാഡ, അല്ലെങ്കിൽ ഡാഡി. So in the same way, we can call our heavenly Father Dada or Abba. അതുപോലെ തന്നെ സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവിനെ നമുക്ക് വിളിക്കാം ആബ, പിതാവേ. No need of any formal way. ഒരു ഔപചാരിക രീതിയിൽ ദൈവത്തെ വിളിക്കണമെന്നില്ല. That much personal and intimate way we can relate with this Creator. അത് വ്യക്തിപരമായ രീതിയിൽ അല്പം കൂടെ ആഴമേറിയ സ്നേഹബന്ധത്തിൽ നമ്മുടെ സൃഷ്ടാവിനെ വിളിക്കാൻ കഴിയുന്ന ഒരു പദമാണ്. Normally all human fathers, they have compassion for their children. സാധാരണഗതിയിൽ എല്ലാ ഭൂമിയിലെ പിതാക്കന്മാരും അവരുടെ മക്കളോട് വളരെയധികം അനുകമ്പയുള്ളവരായിരിക്കും. That's when Psalm 103 we read, as a father has compassion on his children, so the Lord has compassion on those who fear him. അതുകൊണ്ടാണ് സങ്കീർത്തനം 103:13 ഇപ്രകാരം പറയുന്നത്: അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. Hallelujah. ഹല്ലേലൂയ. So when you sit here, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ remember God has compassion on you. ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. Can I tell you something? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. God is not angry at you, but he has love and compassion for you. ദൈവത്തിന് നിങ്ങളോട് തോന്നുന്ന വികാരം ദേഷ്യമല്ല, അവൻ മനസ്സലിവ് തോന്നുന്ന ഒരു ദൈവമാണ്. Say hallelujah. ഹല്ലേലൂയ. God has compassion for us. ദൈവത്തിന് നമ്മോട് മനസ്സലിവുണ്ട്. Psalm 78 and verse number 39. സങ്കീർത്തനം 78-ാം അധ്യായം അതിന്റെ 39-ാം വചനം. For he remembered that we were but flesh, a breath that passes away and does not come again. അവൻ ജഡമെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും
അവൻ ഓർത്തു. That means God sees us as only flesh and like a breath because our life is so short. ദൈവം നമ്മളെ ഒരു ജഡമായി അല്ലെങ്കിൽ അല്പ നിമിഷത്തേക്കുള്ള ഒരു കാറ്റ് പോലെയാണ് ദൈവം നമ്മളെ കണക്കാക്കുന്നത്. That is human life. അതാണ് മനുഷ്യ ജീവിതം എന്ന് Human പറയുന്നത്. life is very short. മനുഷ്യ ജീവിതം ചുരുങ്ങിയതാണ്. God is an eternal God. He has no beginning, he has no end. He is an eternal God. ദൈവം നിത്യനായ ദൈവമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ആരംഭവുമില്ല, അവൻ അവസാനവുമില്ല, അവൻ നിത്യനാകുന്നു. Hallelujah. ഹല്ലേലൂയ. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഈ മെസ്സേജിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒന്ന്, ബ്ലെസ്സിങ് ടുഡേ ഇന്ന് ലോകം എമ്പാടുമുള്ള ഒത്തിരി പേരെ അനുഗ്രഹിക്കുവാൻ ദൈവം കൈകളിലെടുത്ത് ഉപയോഗിക്കുന്നു. ഒത്തിരി പേർ യേശുവിനെ അറിയുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, മദ്യപാനികൾ സ്വതന്ത്രമാകുന്നു, കുടുംബ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. നമുക്ക് പറഞ്ഞു തീരുവാൻ കഴിയുന്നതിനപ്പുറത്തുള്ള അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെയുള്ള യേശുവിൻ്റെ ശുശ്രൂഷകളിൽ ഒരു പാർട്ട്ണറായി മാറാൻ, ഒരു പങ്കാളിയായി തീരാൻ കഴിയും. നിങ്ങളാകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 0484422133 എന്ന നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. രണ്ടാമതായി ജൂലൈ 19 ബുധനാഴ്ച നമ്മൾ അടുത്ത ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് വരികയാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം നിരവധി ദമ്പതികൾ അതിൽ പങ്കെടുത്ത് അവരുടെ കുടുംബജീവിതത്തിൽ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇപ്രാവശ്യത്തെ ഫാമിലി കോൺഫറൻസിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള പല കാര്യങ്ങളും അനുഗ്രഹങ്ങളും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം മറ്റൊരു ക്രമീകരണം കൂടെ നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലായിടത്തു നിന്നുമുള്ളവർ, ലോകം എമ്പാടു നിന്നുമുള്ളവർ കൊച്ചിയിൽ വരണമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് സെൻറ്ററുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സെൻറ്ററിൽ വന്ന് നിങ്ങൾക്ക് ഈ കോൺഫറൻസിൽ പങ്കെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ സ്ക്രീനിലെ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ആ കോൺഫറൻസ് നിങ്ങൾക്കും കുടുംബത്തിനും തലമുറകൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. So he knows, Psalm 103 and verse number 14 says, for he knows our frame. He remembers that we are dust. അവിടെ സങ്കീർത്തനം 103-14 വചനം ഇപ്രകാരം പറയുന്നു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. He knows our frame, how fragile, how tiring and exhaustive our frame is. നമ്മുടെ പുറമേയുള്ള ശരീരം എത്ര ദുർബലമാണെന്നും അത് എപ്രകാരം ക്ഷണികമാണെന്നുള്ളതും ദൈവം വ്യക്തമായി തിരിച്ചറിയുന്നു. Hallelujah. Hallelujah. That means God is very much considerate with us. ദൈവം അതുകൊണ്ട് തന്നെ നമ്മളെ വളരെയധികം പരിഗണന നൽകുന്ന ഒരു ദൈവമാണ്. Hallelujah. Hallelujah. So he knows our weaknesses. അവന് നമ്മുടെ ബലഹീനതകളെ വ്യക്തമായി He knows അറിയാം. our nature. അവന് നമ്മുടെ പ്രകൃതത്തെ വ്യക്തമായി അറിയാം. When we read Genesis chapter 47 verse number 9, ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം അതിന്റെ 9 വചനം വായിക്കുമ്പോൾ, Jacob, a forefather of Israel, he is speaking and he is saying to Pharaoh, the years of my pilgrimage are 130. My years have been few and difficult, and they do not equal the years of the pilgrimage of my fathers. യാക്കോബ് ഫറവോനോട്, എൻ്റെ ഇഹലോകവാസത്തിൻ്റെ കാലം 130 വർഷമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടതയുമുള്ളതത്രേ. എൻ്റെ പിതാക്കന്മാരുടെ ഇഹലോകവാസത്തിൻ്റെ ആയുഷ്കാലത്തോളം എത്തിയിട്ടുമില്ല എന്ന് പറഞ്ഞു. So Jacob is comparing human life to a pilgrimage. യാക്കോബ് തൻ്റെ യാത്രയെ, തൻ്റെ ജീവിതത്തെ ഒരു തീർത്ഥയാത്രയോട് തുലനം ചെയ്യുന്നു. So a pilgrimage is a person who is traveling to visit a holy place. ഒരു തീർത്ഥയാത്ര എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിശുദ്ധ സ്ഥലം കാണുവാൻ വേണ്ടി പോകുന്നത് പോലെയാണ്. So it's a short trip. അതൊരു ചുരുക്കകാലമുള്ള ഒരു യാത്രയാണ്. That is human life. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. I'm just passing through this world only for a few years. ഞാൻ ഈ ലോകത്ത് കൂടെ കടന്നു പോകുന്നത് അല്പം വർഷങ്ങൾ മാത്രമാണ്. It is a journey from this earth
to eternity. അത് ഭൂമിയിൽ നിന്ന് ആരംഭിച്ച് നിത്യതയിൽ അവസാനിക്കുന്ന ഒന്നാകുന്നു. In other words, we are all just visiting this planet Earth, and after that short visit, we are leaving this world. അതിന്റെ അർത്ഥം നമ്മൾ എല്ലാവരും ഈ ഭൂമി അല്പ ചില വർഷങ്ങളിലേക്ക് സന്ദർശിക്കുന്നു, അതിനുശേഷം ഭൂമിയെ വിട്ട് നാം തിരികെ പോകുന്നു. All of us, we are in this world in visit visa. നമ്മൾ എല്ലാവരും ഈ ഭൂമിക്കകത്ത് താമസിക്കുമ്പോൾ നമ്മൾ എല്ലാവരും സന്ദർശക വിസയിൽ ഇവിടെ വന്നിട്ടുള്ളവരാണ്. We don't have a PR, we don't have a permanent residence visa here. നമുക്ക് സ്ഥിരമായ ഒരു താമസത്തിനുള്ള വിസ ഈ ഭൂമിക്കകത്തില്ല. Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? That's what the eternal word of God says. അതാണ് നിത്യമായ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. Now Job chapter 7 verse number 9. യോബിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. When I say all these scripture references, I encourage you to write down these important things on a piece of paper, in your notebook, or at least type down these things on your mobile. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട വചനങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായി എഴുതിയെടുക്കണം. അത് എഴുതിയെടുക്കാൻ പേപ്പറോ പേനയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്കത് കളക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. As a cloud vanishes and is gone, so he who goes down to the grave does not return. മേഘം ക്ഷയിച്ചു മാഞ്ഞു പോകുന്നത് പോലെ പാതാളത്തിൽ ഇറങ്ങുന്നവൻ തിരികെ വരുന്നില്ല. Man's life vanishes away when he dies. ഒരു മനുഷ്യൻ അവൻ മരിക്കുന്ന സമയത്ത് അവന്റെ ജീവിതം ഭൂമിയിൽ നിന്നും മായ്ക്കപ്പെടുന്നു. People soon forget that person. വളരെ എളുപ്പത്തിൽ ജനങ്ങൾ അവരെ മറന്നുപോകും. Maybe for a few months they will remember, for a few years they will remember. If they are special people, there may be monuments and something written about them periodically on their birthdays, on their day of death. After that, nobody remembers. ഒരു പക്ഷേ ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ നമ്മൾ ചില വ്യക്തികളെ ഓർത്തിരിക്കാറുണ്ട്. എന്നാൽ പ്രത്യേകതകൾ നിറഞ്ഞ ചില വ്യക്തികൾ, വിശിഷ്ട വ്യക്തികളാണെങ്കിൽ നമ്മൾ അവരുടെ പ്രതിമകളെല്ലാം ഉണ്ടാക്കി വെച്ച് ചിലയധികം നാളുകൾ അവരെ ഓർക്കുകയും അവരുടെ ജന്മദിനം നമ്മളൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യാറുണ്ട്. We may celebrate some memorial days, that's all. നമുക്ക് ചില ഓർമ്മ ദിവസങ്ങൾ വെക്കുന്നു, അതോടുകൂടെ ഇത് തീർന്നു. That is human life. അതാണ് മനുഷ്യ ജീവിതം. Then Job chapter 1 verse number 21. യോബിന്റെ പുസ്തകം 1:21 പറയുന്നു, Job is saying, naked I came from my mother's womb, and naked I will depart. The Lord gave, and the Lord has taken away. May the name of the Lord be praised. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞു. Lifespan is a loan from God our Creator for a short period of time. We have taken a loan. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് കടമെടുക്കുന്ന അല്പചില കാലങ്ങൾ മാത്രമാണ്. God is the authority of the time bank. ദൈവമാണ് നമ്മുടെ ജീവിതരേഖയുടെ സമയത്തിന്റെ ബാങ്ക് എന്ന് പറയുന്ന ദൈവമാണ്. The authority of the time bank is God. സമയബാങ്കിന്റെ അധികാരി എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. We have taken a loan. നമ്മളൊരു കടം എടുക്കുകയാണ്. Hallelujah. Hallelujah. That's our life. അതാണ് നമ്മുടെ ജീവിതം. Then we have to go from here. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഡെലിവറൻസ് ക്ലിനിക് കോഴിക്കോട്. ജൂലൈ 25-26 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ SK പൊറ്റക്കാട് ഹാൾ, പുതിയറ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കോഴിക്കോട്. ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാൻ വിളിക്കുക 8111996011. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി തനിക്ക് മാത്രമല്ല താൻ ഇരിക്കുന്ന ആ ചെയറിൽ നിന്നും അല്ലെങ്കിൽ തന്നിൽ നിന്നും മറ്റ് പലരിലേക്കും അത് പടർന്നു പിടിച്ചാനെ. എന്നാൽ കർത്താവ് വലിയൊരു ആപത്തിൽ നിന്ന് തന്നെയും തന്റെ കൂടെയുള്ള ആളുകളെയും രക്ഷിച്ചു. ആമേൻ. ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. താൻ നമ്മുടെ
പെരുമ്പാവൂരിലുള്ള ബ്ലിസ് സെൻറ്ററിൽ താൻ സ്ഥിരമായി വരുന്ന പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളാണ്. തൻ്റെ ജീവിതത്തിൽ യേശു ചെയ്തൊരു വലിയ ഒരു അത്ഭുതവുമായിട്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ താൻ കോട്ടയത്തേക്ക് താൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ബസ് അത്യാവശ്യം നല്ല സ്പീഡിലായിരുന്നു. ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമായി. ആൻറ്റി ഏറ്റവും മുൻപിലത്തെ സീറ്റിലാണ് ഇരുന്നത് കൊണ്ട് താൻ വല്ലാതെ ഭയപ്പെട്ടു. ആൻറ്റി ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ ഈ ബസ്സിലുള്ള ആർക്കും ഒരു അപകടം പറ്റരുത്, ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഒരു 2 സെക്കൻഡ് പോലും ആയില്ല, ഈ ബസ് നേരെ ചെന്ന് ഒരു കൽമതിൽ ഇടിച്ചു നിന്നു എന്നാണ് പറയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തൊട്ടടുത്ത് നിന്നിരുന്നൊരു ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീഴാനിടയായി. സംഭവിച്ച കാര്യം ഇതാണ്, ഈ ഇലക്ട്രിക് പോസ്റ്റ് മറിഞ്ഞു വീണപ്പോൾ അതിനുള്ള ലൈൻ പൊട്ടിയിട്ട് ഈ ആൻറ്റിയുടെ കൈകളിലേക്കാണ് അത് വന്നു വീണത്. ഏറ്റവും മുൻപിലിരുന്നത് കൊണ്ട് തൻ്റെ കൈകളിലേക്കാണ് അത് വന്നു വീണത്. ആൻറ്റി പ്രാർത്ഥിച്ചു. സംഭവിച്ച കാര്യം തന്നെ ബ്രദറെ, ആ ലൈനിൽ ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല, കറണ്ട് അതിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ കൂടിയിരുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏകദേശം 5 മിനിറ്റ് മുമ്പ് അത് ഓഫാക്കിയിരുന്നു. തൊട്ടപ്പുറത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് അത് ഓഫാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, താൻ പ്രാർത്ഥിച്ചത് ദൈവം കേട്ടു എന്നാണ് ആൻറ്റി പറയുന്നത്. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ ദൈവം വിടുവിച്ചു. അതിൻ്റെ കൈകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കമ്പി വന്ന് വീണ ഒരു പാടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതിൽ വിദ്യുശക്തി പ്രവഹിക്കുകയായിരുന്നെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാമായിരുന്നു. തനിക്ക് മാത്രമല്ല, താൻ ഇരിക്കുന്ന ആ ചെയറിൽ നിന്നും അല്ലെങ്കിൽ തന്നിൽ നിന്നും മറ്റ് പലരിലേക്കും അത് പടർന്നു പിടിച്ചാനെ. എന്നാൽ കർത്താവ് വലിയൊരു ആപത്തിൽ നിന്ന് തന്നെയും തൻ്റെ കൂടെയുള്ള ആളുകളെയും രക്ഷിച്ചു. ആമേൻ. ഒരു പൗലോസ് കപ്പലിലുണ്ടായിരുന്നത് കൊണ്ട് ബാക്കിയുള്ള യാത്രക്കാർ സുരക്ഷിതരായതുപോലെ കർത്താവ് തൻ്റെ മക്കളെ കണ്ണിൻ മണി പോലെ, കൃഷ്ണമണി പോലെ കാത്തുപാലിക്കുന്ന കർത്താവാണ്. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. ഹല്ലേലൂയ. ബ്രദർ ഡാമിയൻ ആന്റണി സിഡ്നിയിൽ ശുശ്രൂഷിക്കുന്നു. തീയതി ജൂലൈ 9, 2017 ഞായറാഴ്ച. സമയം രാവിലെ 10 മണിക്കും വൈകുന്നേരം 6 മണിക്കും. സ്ഥലം ഫുൾ ലൈഫ് ചർച്ച്, വിക്ടോറിയ റോഡ്, പാരമറ്റ, NSW 2151. കോൺടാക്ട് 1300763500. ബ്രദർ ഡാമിയൻ ആന്റണി മെൽബണിൽ ശുശ്രൂഷിക്കുന്നു. ജൂലൈ 13, 14 തീയതികളിൽ. സമയം വൈകുന്നേരം 6:30 മുതൽ 8:30 വരെ. സ്ഥലം സിറ്റി റിവൈവൽ ചർച്ച്, ലെവൽ 1, 17 ലാൻഗോൺ സ്ട്രീറ്റ്, ഡണ്ടനോങ് 3175. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മീറ്റിംഗ്. തീയതി ജൂലൈ 15, 2017 ശനിയാഴ്ച. സമയം വൈകുന്നേരം 6:30. സ്ഥലം ഫുൾ ലൈഫ് ചർച്ച്, വിക്ടോറിയ റോഡ്, പാരമറ്റ, NSW 2151. കോൺടാക്ട് 1300763500. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുന്ന ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ. തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് സോക്കറ്റ്, അതിൻ്റെ അകത്ത് ബോൾ തിരിയുന്ന ആ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന, കൈ ഉയർത്തുവാനോ ഒന്നും കഴിയാതെ സ്വാധീനം നഷ്ടപ്പെട്ടിരിക്കുന്നൊരു വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ വ്യക്തി സൗഖ്യമാകട്ടെ. വിടുതലിനായി നന്ദി പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഇതുപോലെ തന്നെ ബ്രസ്റ്റിനകത്ത് ലംപ്, മുഴകളുള്ളൊരു വ്യക്തിയെ, ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ കാതിൽ നിന്നും രക്തമൊലിക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. കരൾ സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, നീ അത്ഭുതകരമായ മക്കളെ കൊടുക്കണമേ. വലിയ മിറക്കിൾസ് ഓരോരുത്തരിലും കർത്താവ് നീ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു.
നട്ടലിൻ്റെ തകരാറുകൾ മാറിപ്പോകട്ടെ. പുകവലി ശീലത്തിൽ നിന്ന് ആളുകൾ പുറത്തു വരട്ടെ. മറ്റ് ദുശീലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പുസ്തകങ്ങളും CD-കളും ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഈ സമയത്ത് വീണ്ടും കാണാം. ബൈ. വിവാഹം എന്നത് ഒരു ദിവസത്തെ സന്തോഷമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കേണ്ട സന്തോഷമാണ്. വിവാഹിതരായ എല്ലാവരുടെയും കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് 2017. ജൂലൈ 19 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ക്ലാസുകൾ നയിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 101 എന്ന നമ്പറിലേക്ക് വിളിക്കുക.